അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പിൽ വിജയത്തോടെ തുടങ്ങി. ഇന്നാണ് ഇന്ത്യയുടെ സന്നാഹ മത്സരം നടന്നത്. ബംഗ്ലാദേശായിരുന്നു എതിരാളികൾ. ബംഗ്ലാദേശിനെ ഇന്ത്യ തോൽപ്പിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിലെ ആദ്യത്തെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് ഇന്ന് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു. സഞ്ജു സാംസണും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളിയുടെ രണ്ടാം ഓവറിൽ തന്നെ സഞ്ജു സാംസൺ ഔട്ടായി. ആകെ കൂടി 1 റൺസ് മാത്രമാണ് സഞ്ജു എടുത്തത്. LBWയിലൂടെയാണ് സഞ്ജു ഔട്ടായത്. DRS ഇല്ലാത്തതുകൊണ്ട് സഞ്ജുവിനെ റിവ്യൂ വിളിക്കാൻ സാധിച്ചില്ല. സഞ്ജുവിന്റെ ഔട്ടല്ലെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലി ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 ഡൗണിൽ ഋഷഭ് പന്താണ് ബാറ്റ് ചെയ്തത്. പന്ത് ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 51 റൺസാണ് ഋഷഭ് പന്ത് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഋഷഭ് പന്ത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പന്ത് വേൾഡ് കപ്പിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. 4 നമ്പറിൽ വന്നത് സൂര്യകുമാർ ആയിരുന്നു. സൂര്യ 31 റൺസ് എടുത്ത് ഔട്ടായി. പിന്നീട് ശിവൻ ദുബെ വന്നു. ദുബെക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വളരെ സ്ലോ ബാറ്റിംഗ് ആണ് ദുബെ കാഴ്ചവെച്ചത്. 14 റൺസ് എടുത്ത് ദുബെ ഔട്ടാക്കി. പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. പാണ്ഡ്യ വന്നതും സിക്സറുകൾ പായിക്കാൻ തുടങ്ങി. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും പാണ്ഡ്യ ആഞ്ഞു വീശി. 40 റൺസാണ് പാണ്ഡ്യ അടിച്ചുകൂടിയത്. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ബംഗ്ലാദേശിനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിന്റെ 4-ാം ബോളിൽ തന്നെ ബംഗ്ലാദേശിന്റെ ഓപ്പണറെ മടക്കി. പിന്നീട് അങ്ങോട്ട് അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 41 റൺസിൽ 5 വിക്കറ്റ് ബംഗ്ലാദേശിന് നഷ്ടമായി. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ സന്നാഹ മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.